ഇന്ന് നമുക്ക് നല്ലൊരു ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കാനായിട്ട് 2 ക്യാരറ്റ് എടുത്ത് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് അതൊന്ന് മാറ്റി വയ്ക്കുക. ഇനി കടായി എടുക്കണം, അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. ഒന്ന് ക്യാരമലൈസ് ചെയ്ത് വരണം. അപ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ കുറച്ച് വെള്ളം ചേർക്കണം. എന്നിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ മുന്തിരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അത് ഞാൻ ചേർത്ത് കൊടുത്ത് എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അതും ഒന്ന് തീ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കണം. അടുത്ത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് 3/4 കപ്പ് പഞ്ചസാരയും 2 ഗ്രാമ്പും 1 കഷ്ണം പട്ടയും കൂടെ ഇട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ച് മാറ്റി വയ്ക്കുക. ഇനി നമുക്കൊരു അരിപ്പയിലോട്ട് 1 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ സോഡാപ്പൊടിയും 1 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ അരിച്ച് ഒന്ന് മാറ്റി വയ്ക്കണം. ഞാൻ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി അടുത്ത ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് നമുക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. പിന്നെ നമുക്കിതിലോട്ട് പൊടിച്ച് വെച്ചേക്കുന്ന പഞ്ചസാരയും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ അടിച്ചെടുക്കണം. എന്നിട്ട് ഈ അടിച്ചെടുത്ത ബാറ്റർ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇനി നമ്മൾ അരിച്ചു വെച്ചേക്കുന്ന പൊടി ഇതിലേക്ക് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒരു സ്പൂൺ കൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലോട്ട് ഇനി 2 തുള്ളി വാനില എസൻസ് കൂടെ ചേർത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ബാക്കി പൊടിയും കൂടെ ഇതിലോട്ട് ചേർത്ത് ഒരു സ്പൂൺ കൊണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി നമുക്കിതിലോട്ട് ക്യാരമലൈസിൽ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ആ ക്യാരറ്റും കൂടെ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് വിനീഗറും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്നും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനുള്ള ഓവൻ സെറ്റപ്പൊക്കെ ഒന്ന് റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ടൊരു ചരുവത്തിലോട്ട് റിങ് വെച്ച് ഗ്യാസിലോട്ട് വെച്ച് അതൊന്ന് ചൂടാക്കി എടുക്കണം. എന്നിട്ട് ബാറ്റർ കേക്ക് ടിന്നിലോട്ട് ഒഴിച്ച് ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് വെച്ച് കൊടുക്കാം. ഒരു 45-50 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് ബേക്കിംഗ് പൗഡറൊന്നും ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് തണുത്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ എനിക്ക് ക്ഷമയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചൂടോടുകൂടി തന്നെ അങ്ങ് കട്ട് ചെയ്ത് നല്ല സോഫ്റ്റാണ്. നമ്മൾ ബേക്കിംഗ് പൗഡറൊന്നും ചേർക്കാതെ നല്ല അടിപൊളിയായിട്ട് കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.